ഹായ് ഡിയേഴ്സ്, ഞാനിപ്പോൾ ഉള്ളത് ഡൽഹി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ എയർപോർട്ട് ടെർമിനൽ നമ്പർ 3 ലോഞ്ചിലാണ്. നമ്മൾ ടെർമിനൽ നമ്പർ 3 പ്രവേശിക്കുമ്പോൾ തന്നെ വളരെ മനോഹരമായ ഒരു കൊമ്പനാനയുടെ ഒരു കുട്ടിയാനയുടെയും ശില്പം നമുക്കവിടെ കാണുവാൻ കഴിയും. ഒരുപാട് ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നതായി കാണുവാൻ കഴിഞ്ഞു. ഇതൊരു മെറ്റലിൽ തീർത്ത വളരെ മനോഹരമായ ഒരു ശില്പം തന്നെയാണ്. അത് കഴിഞ്ഞ് എമിഗ്രേഷനൊക്കെ കഴിഞ്ഞ് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് നമ്മളെ എൻകാം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു ലോഞ്ചിങ് ഫെസിലിറ്റി ഉള്ളത്. അവിടെയാണ് ഫുഡ് കോർട്ടും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്. ഒരുപാട് തവണ ഞാൻ ഡൽഹി വഴി യാത്ര ചെയ്യുമ്പോഴും ഈ ഒരു ഫുഡ് കോർട്ടിൽ നിന്ന് ആഹാരം കഴിക്കുന്നതല്ലാണ്ട് നമ്മൾ ഈ ലോഞ്ച് ഫെസിലിറ്റി കാര്യങ്ങളൊന്നും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ക്രെഡിറ്റ് കാർഡ് AUB എന്ന് പറയുന്നൊരു ബാങ്കിൻ്റെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ലോഞ്ച് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നത്. അൺലിമിറ്റഡ് ആയിട്ടുള്ള കള്ളും കാര്യങ്ങളൊക്കെയാണ് നമുക്കവിടെ ലഭിക്കുന്നത്. പിന്നെ നോൺ വെജ് ഐറ്റംസ് വളരെ കുറവാണ്, കൂടുതൽ വെജ് ഐറ്റംസ് ആണ്, നോർത്ത് ഇന്ത്യൻ ഡിഷസ് ആണ് കൂടുതൽ വന്നിരിക്കുന്നത്. നോൺ വെജിൽ നമുക്ക് ചിക്കൻ അവിടെ അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ, നല്ല ക്രൗഡായിരുന്നു. ഒരുപാട് ആൾക്കാർ ഈ ലോഞ്ച് ഫെസിലിറ്റി യൂസ് ചെയ്യുന്നതായി മനസ്സിലാക്കാൻ സാധിച്ചു. ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് പിന്നെ റൈസിൽ വൈറ്റ് റൈസും അതുപോലെ തന്നെ പനീർ ബട്ടറും ദാൽ പാലക്കും ദാൽ ഫ്രൈയും വെജ് കുറുമയും പിന്നെ ചിക്കൻ കറിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷനിൽ വന്നിട്ട് നമുക്ക് ഈ ബേൽപൂരി, പാൻപൂരി അങ്ങനെയുള്ള സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സലാഡ് ഐറ്റംസും ഒലിവും കായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് സ്വീറ്റ്സിൽ വയററിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ടെന്ന്, പേടയും അതുപോലെ തന്നെ ജിലേബിയും, ഫ്രഷ് ജിലേബിയും കാര്യങ്ങളൊക്കെ നമുക്കവിടെ അവൈലബിൾ ആണ്. ഐസ്ക്രീമും അതുപോലെ തന്നെ എന്താ പറയുക, കേക്കിൽ ഒരുപാട് ക്രീം കേക്കും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണുവാൻ കഴിഞ്ഞു. പിന്നെ ഫ്രഷ് ജ്യൂസുകൾ, പിന്നെ അതുപോലെ തന്നെ കോഫിയും കാര്യങ്ങളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഒരുപാട് പേര് ഈ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. എന്തായാലും നമുക്ക് ക്രെഡിറ്റ് കാർഡും ഡെബിറ്റ് കാർഡൊക്കെ ഉള്ളതാണ്. വർഷത്തിലെ എല്ലാ വർഷവും നമ്മൾ സർവീസ് ചാർജും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള ലോഞ്ച് ഫെസിലിറ്റീസ് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഫുഡും ബിവറേജും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഡൽഹിയിലെ ലോഞ്ച് ഫെസിലിറ്റി ആദ്യമായിട്ടാണ് ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മനോഹരമായ മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.